അവസാനം നന്നായിട്ട് പടം എടുത്തിരിക്കുന്നത് കേട്ടോ. പുള്ളിയുടെ ഒരു ചെറിയ സ്റ്റൈല് ഷാഹിൻ കബീറിന്റെ ഒരു പോലീസ് കഥ നന്നായിട്ട് പുള്ളി അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ടാണ് നമ്മൾ ഒലിക്കുന്ന ഒരു രീതിയിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല പടം, മസ്റ്റ് വാച്ച് പടം, നല്ലൊരു കുരം പടം. നല്ല മൂവിയാണ്. പോലീസുകാർ ഇപ്പോൾ ഷാഹി കബീറിന്റെ മൂവി എന്ന് പറയുന്നത് വേറെ സ്റ്റോറീസ് ആണ്. ഇപ്പോൾ അയാളുടെ പടങ്ങൾ മുഴുവൻ എടുത്താൽ അറിയാം. തുടക്കം മുതലുള്ള ജോസഫ് ആയാലും ഇതുവരെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ മൂവിയാണ്. അപ്പോൾ അതിൻ്റെതായ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പോലീസുകാരനായതുകൊണ്ട് പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ്. അയാളൊരു ജോബ് എന്ന നിലയ്ക്ക് അയാൾ മുമ്പുണ്ടായിരുന്ന ചെയ്ത ജോലി അതാണ് ദിനാഥ് എന്ന് പറയുന്ന ഡ്രൈവറുടെ ജോലി എന്ന് പറയുന്നത്. അയാളുടെ എക്സ്പീരിയൻസ് ആണ്. നല്ല മൂവിയാണ്. ഹാർട്ട് ടച്ചിങ് ആണ്. ഒരു പോലീസുകാരുടെ ലൈഫിലൂടെ എങ്ങനെയൊക്കെ ഇത് കടന്നു പോകുന്നു എന്നുള്ള ഒരു നൈറ്റ് പെട്രോളിങ് ഏതൊക്കെ രീതിയിൽ കടന്നു പോകുന്നു, അവരൊക്കെ എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മൂവിയാണ്. പോലീസുകാരുടെ ലൈഫിലേക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കടന്നു ചെല്ലുന്ന ഒരു സിനിമയാണ്. വളരെ ഇമോഷണലി ടച്ചിങ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയുന്നതാണ് ദിലീഷ് പോത്തൻ്റെയും റോഷൻ്റെയും പ്രകടനം അതിഗംഭീരമാണ് ഈ സിനിമയിൽ. അപ്പോൾ നമ്മൾ ഇത്രയധികം പോലീസ് സ്റ്റോറികൾ കണ്ടിട്ടും ഇങ്ങനെ ഒരു നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്ന രണ്ട് പോലീസുകാർ അവർ ഫേസ് ചെയ്യുന്ന ഇൻസിഡൻസും എല്ലാം കൊണ്ട് വളരെ റിയലിസ്റ്റിക് ആണ് സിനിമ. അപ്പോൾ ക്ലൈമാക്സ് അവസാനത്തെ ഒരു 20 മിനിറ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വളരെ ഇമോഷണലി ഹോണ്ടിങ് ആണ്. സിനിമയുടെ ക്ലൈമാക്സും അങ്ങനെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ ഷാഹി കബീറിൻ്റെ പേര് കണ്ട് ഈ സിനിമയ്ക്ക് വരുന്നവർ ഒരിക്കലും നിരാശപ്പെടുത്തേണ്ടി വരില്ല. ഇത് നായാട്ട് പോലെ ജോസഫ് പോലെ മറ്റൊരു അതിഗംഭീര പോലീസ് സ്റ്റോറിയാണ് റോന്തും വന്നിരിക്കുന്നത്. റോന്ത് സിനിമ അതായത് ഒരു റിയൽ ലൈഫ് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് റോന്ത് പടത്തിൽ പറഞ്ഞത്. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദിലീഷ് പോത്തൻ അതേപോലെ തന്നെ റോഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തരി ലാഗം എനിക്ക് തോന്നിയില്ല. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ ശരിക്കും നമ്മളെ പടത്തിനോട് എന്താ ലയിച്ചു ചേരാന്ന് പറയില്ലേ, അതേപോലത്തെ രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ, നൈറ്റ് പെട്രോളിങ് അങ്ങനത്തെ, പിന്നെ അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പല രീതികളും അതൊക്കെയാണ് ശരിക്കും പടം എടുത്ത് കാട്ടിക്കുന്നത്. എന്തായാലും ശരിക്കും തിയേറ്ററിൽ കാണാവുന്ന ഒരു പടമാണ്.